ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, അതുപോലെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇന്ന് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 5 of Cupsന്റെ എനർജിയാണ്. അടുത്തായിട്ട് ഇത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. 9 of Cupsന്റെ എനർജി വന്നിരിക്കുന്നു. ജസ്റ്റിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ 5 of Cupsന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കിനി നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ 5 കപ്സ് ഉണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ 2 കപ്പുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. അതായത് നിങ്ങളിലേക്ക് സമൃദ്ധി കുറേ ഉണ്ട്. പക്ഷേ 3 കപ്പുകൾ ഇവിടെ മറിഞ്ഞു വീണ് കിടക്കുന്നു. അതായത് 3 കപ്പുകൾ ശൂന്യമാണ്. 2 കപ്പിൽ നിറയെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ഇവിടെ നോക്കുന്നത് എന്താണ്? മറിഞ്ഞു വീണു പോയ കപ്പിലേക്കാണ് നിങ്ങൾ ഇവിടെ നോക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? കപ്പ് എന്തിന്റെ സൈനാണ്? കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് ഉള്ള പ്രാധാന്യമാണ് ഇവിടെ. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ. ഒരു മിസ്സിങ് എനർജി ഉണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ജീവിതത്തിൽ. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ വ്യക്തിയുടെ സ്നേഹം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എനർജി കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇതിലേക്കാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. പക്ഷെ ഇവിടെ മറിഞ്ഞു പോയ കപ്പിലേക്ക് നോക്കുന്നു. അതായത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇപ്പോഴും ചിന്ത കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളുടെ എനർജി എപ്പോഴും നഷ്ടമായ കാര്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ തിരിഞ്ഞു നോക്കണം. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ ഇരിക്കരുത്. അപ്പോൾ ഉള്ളതിന് നന്ദി പറയുകയാണ് വേണ്ടത്. നമുക്ക് നന്ദി പ്രകാശനം എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതാണ് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുമ്പോൾ 10 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് നന്ദി പറഞ്ഞെഴുതാവുന്നതാണ്. ഒരു ബുക്ക് എടുത്ത് വെക്കുക, 200 പേജുള്ള ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ആദ്യം വാങ്ങിക്കുക. ഏറ്റവും നല്ല ഗുണം തരുന്ന ഒന്നാണ് നന്ദി പ്രകാശനം എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തീർച്ചയായിട്ടും നിങ്ങൾ മടി വിചാരിക്കരുത്. മനസ്സിലായി? തീർച്ചയായിട്ടും നിങ്ങൾ അത് എഴുതണം. കാര്യം നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ തന്നിരിക്കുന്നു. നിങ്ങൾ പറയും വാകേറിയ തമ്പുരാൻ ഇലയും കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മൾ പ്രയാസപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാതെ ഒരു കാര്യവും നമ്മളിലേക്ക് വന്നു ചേരില്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നവരെ ഒന്ന് വെറുതെ കുത്തിയിരുന്ന് നോക്കാം. നിങ്ങളുടെ മുൻപിലേക്ക് ഇലയും ഭക്ഷണവും ഒക്കെ വരുമോ? വരുത്തില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുവെങ്കിലും തീർച്ചയായിട്ടും അത് ദൈവത്തെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കണം, നമ്മൾ വിളിക്കണം, വിളിച്ച് അപേക്ഷിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ എല്ലായ്പ്പോഴും നന്ദി പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ തൊട്ട് നിങ്ങൾക്ക് കിട്ടിയ പല കാര്യങ്ങളിലും നിങ്ങൾ നന്ദി പറയേണ്ടത്. രാവിലത്തെ ഒരു ദിവസം കൂടി ഒരു പ്രഭാതം കണി കാണാൻ കിട്ടിയതിന് യൂണിവേഴ്സിന് നന്ദി. കുടിവെള്ളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കുന്നതിന് നന്ദി. കുടിവെള്ളം എത്രയോ പേർക്ക് ബുദ്ധിമുട്ടാണ്,
അല്ല, എത്രയോ പേര് ബുദ്ധിമുട്ടി കഴിയുന്നുണ്ട്, നമ്മൾ അതൊന്നും അറിയുന്നില്ല. കാരണം നമുക്കിവിടെ എല്ലാം സുഭിക്ഷമാണ്, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിനെ അറിയുന്നില്ല. അപ്പോൾ നമുക്കിത് കിട്ടിയതിന് നന്ദി, മനസ്സിലായി. നമുക്ക് ഭക്ഷണം കിട്ടുന്നതിന്, സമയത്തിന് ഭക്ഷണം കിട്ടുന്നതിന് നന്ദി, നമുക്ക് നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നതിന് നന്ദി, നമ്മളോട് ഇന്ന് ഒരാൾ വളരെ സന്തോഷമായിട്ട് പെരുമാറി, അതിന് നന്ദി. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു, ഒരു 10 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം എഴുതി വെക്കാവുന്നതാണ്. എന്നിട്ട് അതിന് നന്ദി യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മനസ്സിലായോ? അടുത്ത ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഈ ഒരു ജേണൽ നിങ്ങൾ തുടർന്ന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വളരെ വളരെ വ്യത്യാസം വരെ നിങ്ങൾക്ക് തന്നെ അത് മാറ്റം അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. മനസ്സിലായി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഉള്ളതില് സൗഭാഗ്യം, ഉള്ള സൗഭാഗ്യത്തിന് നന്ദി പറയുക. ഇവിടെ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കിനി വരാനുണ്ട് കാര്യങ്ങൾ. നമ്മളിൽ ഇപ്പോൾ എന്താണുള്ളത്? ഇപ്പോൾ നമ്മളിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിറഞ്ഞു കവിയുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സന്തോഷിക്കാനായിട്ട്. അതിലാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിക്ടറി ആൻഡ് സക്സസിന്റെ കാർഡാണ്. ഒരുപാട് വിക്ടറി നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ഉയരത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു, കണ്ടില്ലേ? ഉയരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സകലത്തിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ 2 വലിയ മൃഗത്തെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ചെറിയ മൃഗത്തിന് കഴിയുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണത്? അത് വിൽ പവറാണ്. അത് പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ കഴിയുകയുള്ളൂ ഈ ഒരു കാര്യം. ഇവിടെ ഒരു ക്യാറ്റാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഇവിടെ 2 വലിയ 2 ആനിമൽസ് ആണിത്. അതിനെ ചങ്ങലക്കിട്ട് പിടിച്ചിരിക്കുകയാണ്. കാരണം അതിനെ നിയന്ത്രിക്കുക, ഇതിനെ കൺട്രോൾ ചെയ്യുകയാണ് ഈ ഒരു വ്യക്തി. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ വിൽ പവർ വർദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനാവാം, അതുമല്ല എങ്കിൽ വാഹനത്തിന് ലൈസൻസ് കിട്ടുന്നതാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യം, മനോദാർഢ്യം കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളിലുള്ള ക്ഷമ കൊണ്ട്, മനസ്സിലായി, നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു. വളരെ വളരെ വലിയ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പവർഫുൾ അല്ലെങ്കിൽ ഈ ഒരു വിൽ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വിജയം തരുന്നതാണ്, വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ എഴുതി റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് സക്സസ് വരുന്നതാണ്. ഏതെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ട് നിങ്ങളൊരു റിസൾട്ട് നോക്കിയിരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നോ കോണ്ടാക്ട് അവസ്ഥയാണോ, നിങ്ങൾക്കൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പല കാര്യങ്ങളും ഒരേപോലെ മുന്നോട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അതുപോലെ നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? 9 കപ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ കഴിക്കാനുള്ള ഫുഡുണ്ട്, അതുപോലെ മറ്റ് ദൈവാനുഗ്രഹം ഉണ്ട് ഇവിടെ. ദൈവാനുഗ്രഹത്തിന്റെ സിമ്പിളായിട്ടാണ് എപ്പോഴും ലോട്ടസ് ഫ്ലവറിനെ കാണിക്കുന്നത്, കണ്ടില്ലേ? അതിന്റെ ഒരു സിമ്പിളാണ് ലോട്ടസ് ഫ്ലവർ. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മറ്റ് പല പക്ഷികളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു. ഇതൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ നിങ്ങളൊരു ലക്ഷറി ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ജോലിയുള്ളവരായിരിക്കാം, അതുമല്ലെങ്കിൽ ജോലി ലഭിക്കാൻ പോകുന്നവരായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലൊക്കെ, ചില സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ, ഇവിടെ സ്നേഹത്തിൻ്റെതാണ് കപ്പാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സഫലത, മനസ്സിലായി? ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സഫലത തരുന്നതാണ്. അങ്ങനെ നിങ്ങൾ സഫലതയിൽ ഇരിക്കുന്ന എനർജി കണ്ടില്ലേ? ഇവിടെ വളരെയധികം സന്തോഷവാനായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനുമുണ്ട്, അപ്പോൾ പിന്നെ സന്തോഷം വരില്ലേ എന്ന് പറയുന്ന പോലെ ഈ ഒരു എനർജി നിങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ്, നിങ്ങളിലേക്കും വരാനുള്ളതാണിത്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലിരിക്കുന്ന ഒരുപാട് പേർ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ. സോറി. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പീസ്, സമാധാനം കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. സമാധാനത്തിന്റെ പ്രതീകമാണല്ലോ വെള്ളരിപ്രാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളരിപ്രാവ് സമാധാനവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിരുന്ന കുറെ കാലം,
ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും കോടതി വഴി കേസുകൾ ഉണ്ടാവാം, അതിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, അതിലൊരു റിസൾട്ട് നോക്കിയിരിക്കുന്നുണ്ടാവാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച എനർജി ആയാലും എന്തായാലും നിങ്ങളിപ്പോൾ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവണം. അവിടെ നിങ്ങളൊരു ശരിയായ ന്യായമായ ഒരു റിസൾട്ട്, പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. എയ്റ്റ് ഓഫ് കപ്സ്. ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറച്ച് സാമ്പത്തികം നിങ്ങളിലുണ്ട്, പക്ഷെ അതിനെ സേവ് ചെയ്തിരിക്കുകയാണ്. അതിനെ ചെലവാക്കാൻ പറ്റുന്നില്ല. അത് എന്തിനൊക്കെയോ ആവശ്യമുണ്ടെന്ന് കരുതിയിട്ട് അതവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല, ചെലവാക്കാനും പറ്റുന്നില്ല, ഒന്നിനും ചെലവാക്കാനും പറ്റുന്നില്ല. ഇത് മാത്രമായിട്ട് സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഇത് മാത്രമായിട്ട് സൂക്ഷിക്കുക വേണ്ട, കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും നന്നായിരിക്കും. അത് കാരണം എന്താണ്? തിരിഞ്ഞു കറങ്ങി ചക്രമല്ലേ, പെന്റക്കിളല്ലേ, തിരിഞ്ഞു കറങ്ങി നിങ്ങളിലേക്ക് അതിന്റെ ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന എനർജിയാണിത്. അതുകൊണ്ട് തന്നെയും ഉള്ളത് മാത്രം ഇങ്ങനെ കടിച്ചു പിടിച്ച് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതിനെ ഒന്ന് വിനിമയം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് വീണ്ടും കൂടുതലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ബാക്കിൽ എന്താണ്? ബാക്കിൽ പേജ് ഓഫ് സോഡാണ്. നിങ്ങൾ ഇവിടെ ബുദ്ധിപരമായിട്ട് എന്തോ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നു. അതിന് വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ്. കണ്ടല്ലേ, ഇവിടെ ആകാംക്ഷയോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്നു. എനിക്കത് സാധിക്കുമോ? യാത്രയിലായിരിക്കണം. ചിലപ്പോൾ ചിലർ ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചില യാത്രകളായിരിക്കാം ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ വിദേശ യാത്രയാവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കാം, ഇവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനായിരിക്കാം. അതുമല്ല എങ്കിൽ ബുദ്ധിപൂർവ്വം ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടാവാം, പുതിയ ചില കോഴ്സുകൾ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനായിട്ട് നിങ്ങൾ സ്വയം ഒരു തുടക്കം കുറിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തുടക്കം നിങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. അല്ല എങ്കിൽ ആ തുടക്കമായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം. എന്തോ ഒരു കാര്യം വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് ചിന്തിക്കുന്നതായിട്ട് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി പറഞ്ഞല്ലോ നമ്മളിവിടെ. ഇവിടെ കപ്പ് എനർജിയാണ് ഇന്ന് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുമയാണ്. അപ്പൊ ഒരുമയുണ്ടെങ്കിൽ നമ്മൾ പറയാലോ, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇവിടെ 2-3 പേർ കൂടി ചേർന്നിട്ട് ഒരു ഒരുമയിലേക്ക് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഒരുമ വന്നിരിക്കുന്നത്? സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ല, മനസ്സിൽ മറ്റ് ചിന്തകളില്ല, നമുക്ക് ടെൻഷൻ അടിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, തീർച്ചയായിട്ടും സമ്മർദ്ദമില്ല എങ്കിൽ പിന്നെ നല്ല ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമുക്ക് ആരോഗ്യം കിട്ടുന്നത്, നമ്മുടെ മടി മാറി കിട്ടുന്നത്. നിങ്ങളൊക്കെ പറയും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മടി, അലസത, ഒരുപാട് ചിലപ്പോൾ ക്ഷീണം അനുഭവപ്പെടാം. എന്തുകൊണ്ടാണത്? ആ ഒരു ക്ഷീണം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ രക്തക്കുറവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാം. എല്ലാ കാര്യങ്ങളിലും ഒരു മടി വിചാരിക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് കുറച്ചുകൂടി പവർഫുൾ ആവണം, അല്ലെങ്കിൽ ആക്റ്റീവ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരുമയുണ്ട്, അതുപോലെ തന്നെ ഒന്നിച്ചു കഴിയാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത, അതായത് മറ്റുള്ളവരോടും കൂടി നിങ്ങളുടെ എനർജിയെ പോലെ തന്നെ മറ്റുള്ളവരെയും കൂടി കാണാനുള്ള ഒരു സന്മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. മറ്റു കൂടെയുള്ളവരോടും തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ശത്രുതയും വിദ്വേഷവും ഒന്നും പാടില്ല, പക പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ഉടനെ തന്നെ പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്താഗതി ഒരിക്കലും
പാടില്ല. സ്നേഹം ഉണ്ടെങ്കിൽ, ഇവിടെ അതാണ് പറയുന്നത്, ഒരുമയുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോടും കൂടെ കുറച്ചൊന്ന് ഒരുമയോടുകൂടി അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി പെരുമാറാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലായാലും ശരി, എല്ലാവരോടും സന്തോഷത്തോടു കൂടി പെരുമാറാവുന്നതാണ്. മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒതുങ്ങിക്കൊടുക്കാവുന്നതാണ്, കുറച്ചൊന്ന് താഴ്ന്നു കൊടുക്കാവുന്നതാണ്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു ഈഗോ പാടില്ല. മനസ്സിലായി? ഞാൻ വലുതെന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല. നിങ്ങളെ മറ്റൊരാൾ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്തിനാണ് അവരോട് അങ്ങനെയുള്ള ഒരു മനോഭാവം കൊണ്ടുവരുന്നത്? അതുകൊണ്ട് അത് പാടില്ല. ഈക്വലായിട്ട് തന്നെ നിങ്ങളെ പോലെ തന്നെ മനോഹരമായ ഒരു സോളല്ലേ അതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പരസ്പരം തുറന്നു പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, കെയറിങ് ഉണ്ടാവണം. അവിടെയാണ് സന്തോഷമുണ്ടാവുന്നത്. ഇവിടെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെർമിറ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഈ ഹെർമിറ്റിന്റെ എനർജിയിൽ കണ്ടില്ലേ, വെളിച്ചം കാണുകയാണ്. അപ്പൊ ഈ ഒരു വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഉൾവെളിച്ചമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഉൾവെളിച്ചം ലഭിക്കും. ഉൾവെളിച്ചം ലഭിക്കുമ്പോൾ എന്താണ്, ഉള്ളിൽ നിന്നും പല കാര്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും. നമുക്ക് എങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്താവണം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ മനസ്സിലാകുന്ന എനർജി ഉണ്ട്. ഇതാണ് വെളിച്ചം കാണുകയാണ് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉൾവെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെയാണ്, കണ്ടില്ലേ? ഇപ്പൊ അടുത്തതായിട്ട് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോറി. അപ്പൊ 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിട്ടുപോവുകയാണ്. ഒത്തിരി 8 കപ്പുകൾ ഉണ്ട് ഇവിടെ, നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, ഭൗതിക സുഖങ്ങളാണ് ഇവിടെ. മനസ്സിലായോ? അപ്പൊ ഈ ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട. ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ലോകത്തേക്കാണ് ഇവിടെ ദൃഷ്ടി ഊന്നുന്നത്. മറ്റു പല കാര്യങ്ങളുണ്ട്, സമാധാനത്തിനും സന്തോഷത്തിനുമായിട്ട് പല കാര്യങ്ങളുണ്ട്. ഇവിടെ പക്ഷികൾ പറക്കുന്നു, ഇവിടെ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ഇതിലേക്കാണ് നോട്ടം. അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് കാര്യം വേണ്ടാത്തതാണ്, ഇത് വേണ്ടാത്തതാണ്, ഇദ്ദേഹത്തിന് ഇത് വേണ്ടാത്തതാണ്. അതുപോലെ നിങ്ങൾക്കും വേണ്ടാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോറി. അപ്പൊ ഇവിടെ നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ സന്തോഷത്തിന് വളരെയധികം പ്രയോജനം ചെയ്യും. വേണ്ട, ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാകും. അതിനെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി മാനസിക സമ്മർദ്ദം തരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ചെയ്യുന്ന ചില ജോലികളിൽ ഉണ്ടാവാം. അതൊക്കെ അവിടെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മനസ്സിലായി? അല്ലാതെ ആ വേണ്ടാത്തതിനെ കൊണ്ട് നടന്ന് ചുമന്ന് അതിന്റെ ഭാരം കൂടി വഹിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് നമുക്ക് ജീവിതത്തിൽ ഒരു ഭാഗ്യം തരുന്നില്ല, സന്തോഷവും തരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് 3 ഒറാക്കിൾ കാർഡ്സ് കൂടി എടുക്കാവേ. ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് കാര്യം നമുക്ക് സാധിക്കാനുണ്ടോ അവിടെ പതുക്കെ പതുക്കെയാണ് പോവേണ്ടത്. ധൃതി പിടിച്ച ഒരു കാര്യത്തിലേക്കും പാടില്ല. ധൃതി എന്ന് പറയുന്നത് എന്താണ്, അതൊരു നെഗറ്റീവ് എനർജിയാണ്. അവിടെ ഒരു ദൈവാനുഗ്രഹം ലഭിക്കുന്നില്ല. പക്ഷെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നിടത്താണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അതാണ് നമുക്ക് എപ്പോഴും സാധിച്ചു കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പതുക്കെ പതുക്കെ വേണം ഏതൊരു കാര്യത്തെയും സമീപിക്കാൻ എന്നുള്ളതാണ്. ഇവിടെ ചേഞ്ചാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരും, നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കറേജ് ആണ്, കറേജ് കൊണ്ടുവരണം. തീർച്ചയായിട്ടും നിങ്ങൾ കറേജ് കൊണ്ടുവരണം. ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. ജെനുവിനായിട്ടുള്ള ചില ഗുണങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരിക്കലും ശരിയാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് പല സ്വഭാവങ്ങളും, നിങ്ങൾക്കില്ലാത്ത പല സ്വഭാവങ്ങളും മറ്റുള്ളവർക്കുണ്ടാവാം, മറ്റുള്ളവർക്കില്ലാത്ത പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാവാം. അതുകൊണ്ട് എന്തിനാണ് കമ്പയർ ചെയ്യാൻ നടക്കുന്നത്? ആ കമ്പാരിസൺ നമുക്കിവിടെ വേണ്ട. നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിലുള്ള കഴിവിനെ കുറച്ചും കൂടി ഒന്ന് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നല്ലത്. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.
മനസ്സിലായോ? മറ്റുള്ളവർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് കണ്ടിട്ട് അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ഡൗൺ ആവും. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രയത്നിക്കുന്നതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ദൈവം തരും. മനസ്സിലായോ? മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വിധം അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഏറ്റവും നല്ലത്. മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. മനസ്സിലായോ? പക്ഷെ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന വിധം അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതലായിട്ട് ആരെയും ആശ്രയിക്കാൻ പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് കറേജ് വരുന്ന കണ്ടില്ലേ, ഇവിടെ ആരെയും ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരാളിനെ ഇവിടെ ആശ്രയിക്കുന്നില്ല, ദൈവത്തിൽ മാത്രമുള്ള വിശ്വാസമാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഇവിടുന്നോ പറന്നു വന്നതാണ് ഒരു വിത്ത്. അപ്പൊ അവിടെ വിൽ പവർ കൊണ്ടാണ് ഇത് ഇത്രയും ഉള്ളിലുള്ള കറേജ്, മനസ്സിന്റെ ധൈര്യം കൊണ്ട് എനിക്കിത് നേടണം, അല്ലെങ്കിൽ എനിക്ക് വളരണം മുന്നോട്ട് എന്ന് ചിന്തിക്കുമല്ലോ ചില ആൾക്കാർ. അങ്ങനെയല്ലേ, എനിക്ക് വളരണം, എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുമല്ലോ. ആ ഒരു ചിന്ത, ആ ഒരു മൈൻഡ് പവറാണ് നിങ്ങൾ കൊണ്ടുവരേണ്ട. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, ദേവിയുടെ മെസ്സേജ് ആയിട്ട് നമുക്കിത് കരുതാം. നമ്മൾ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. കണ്ടില്ലേ, സമീപ ഭാവിയിലേക്ക് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇനി പെർഫെക്റ്റ് ടൈമിംഗ് വരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈമാണ് തന്നെയാണ്. ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലൊരു സമയമാണ്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. അല്ലാതെ സമയം നല്ലതല്ല എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിൽ തോന്നുന്നുണ്ടോ, അതിപ്പോൾ തന്നെ തുടങ്ങൂ, നാളെ തുടങ്ങാം, നല്ലൊരു സമയം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട. ഇപ്പോഴാണ് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. മുന്നോട്ട് വന്നിട്ട് കണ്ടില്ല, ഇവിടെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുവെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിലേക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. അത് ജോലി കാര്യങ്ങളിലാവാം, മറ്റു പല കാര്യങ്ങളിലുമാകാം. അതുപോലെ ഇവിടെ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടിടത്ത് കോംപ്രമൈസ് ചെയ്ത് പോവുകയും വേണം. ഇവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരുന്ന എനർജി, ജോലി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാനുള്ള എനർജി ഉണ്ട്. ഇല്ല, ജോലി ലഭിക്കാനോ ജോലിയിലേക്കൊരു പ്രോഗ്രസ് കൊണ്ടുവരാനോ ഒക്കെ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ആരെങ്കിലുമായിട്ട് ജോലി കാര്യങ്ങളിലാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെനിക്കൊരു സപ്പോർട്ടാകും, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം കൂടെയാവും. അതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയെ ക്ലെയിം ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.